വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നടത്താം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെയാണ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട ഏരിയാസും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. അതിൽ ഈ ഒരു ഹൈയിലെ വിക്കിനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. വിക്കിനെയാണ് എടുക്കുന്നത്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. വൺ ഡേ ചാർട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റ് ഇന്നലെ ഒന്ന് മുകളിലോട്ട് പോയി താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു വരവ് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. പക്ഷെ കാര്യമായിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏറെക്കുറെ മാർക്കറ്റ് ഒരു വീണ്ടും ബുള്ളിഷ് മോഡിലേക്ക് മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പൊ ഇതിനെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 3 റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നാണ് തോന്നുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കാം. ന്യൂസുകളിലെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് ഒരുപാട് ന്യൂസ് വരുന്ന ദിവസമാണ്. മന്തിന്റെ ആണ്. ജൂലൈ 31 വെൻസ്ഡേ മന്തിന്റെ ആണ്. നോക്കിയാൽ കാണാം ഓസ്ട്രേലിയൻ ഡോളറിൽ ഒരുപാട് ന്യൂസ് വന്നു കഴിഞ്ഞു. ഇനി CNY വന്നു, ജാപ്പനീസ് യെന്നിൽ വരാനുണ്ട്, യൂറോയിൽ വരാനുണ്ട്, USD വരാനുണ്ട്, CAD വരാനുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ആക്ച്വലി ഫുൾ ടൈം ന്യൂസ് ഉള്ള സമയമാണ്. അപ്പൊ മാർക്കറ്റ് നല്ല രീതിയിൽ വോളറ്റൈൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് JPY ഡീറ്റെയിൽസ് സമയമോ അതുപോലെ പ്രസ് കോൺഫറൻസിന്റെ സമയമോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ സമയമോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് യൂറോയിൽ നിന്ന് തുടങ്ങാം. യൂറോയിൽ ആദ്യം കോർ CPI ഫ്ലാഷ് എസ്റ്റിമേറ്റ് ഇയർലി ആണ്. ഇയർലി വന്നിരിക്കുന്നത് പ്രീവിയസ് 2.9 ആയിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഫോർകാസ്റ്റ് 2.8 ആണ്. ജസ്റ്റ് എന്താന്നുള്ള യൂഷ്വൽ ഇഫക്റ്റ് ഒന്ന് നോക്കാം. യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അടുത്തതിന്റെ നോക്കാം. കോർ ഫ്ലാഷ് എസ്റ്റിമേറ്റ് ഇയർലി, അതും 2.5 ആയിരുന്നു പ്രീവിയസ്. ഇപ്പൊ വന്നിരിക്കുന്ന ഫോർകാസ്റ്റ് 2.5 ആണ്. അത് സെയിം ആയിട്ട് തന്നെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ സമയം 2:30 അതിന്റെ യൂഷ്വൽ എഫക്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. കറൻസിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ വരുന്ന ഫ്ലക്ച്വേഷൻസ് നിങ്ങളുടെ കറൻസി പെയറിലും വരും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വരുന്നത് USD അതിനു മുന്നേ നമുക്ക് CAD കുറിച്ച് സംസാരിക്കാം. എന്നിട്ട് USD എല്ലാം കൂടി ഒരുമിച്ച് നോക്കാം. CAD വരുന്ന 6 മണിക്ക്, ഇന്ത്യൻ സമയം 6 മണിക്ക് വരുന്നുണ്ട്. CAD GDP മന്ത്ലി വരുന്നുണ്ട്. അത് കഴിഞ്ഞ തവണ പ്രീവിയസ് വന്നിരിക്കുന്ന 0.3% ആയിരുന്നു. ഇത്തവണ വരുന്നത് 0.1% ആണ്. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് കാണിക്കുന്നത്. പക്ഷേ പ്രീവിയസ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 1.1% ആണ്. കഴിഞ്ഞ തവണയെക്കാളും കുറവാണ് വന്നിരിക്കുന്നത്. എന്തായാലും ന്യൂസ് ടൈമിൽ നോക്കി കാണാം. ഇനി വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന USD എല്ലാവർക്കും അറിയാവുന്നതുപോലെ USD വരുന്ന ന്യൂസ് ഡയറക്ട്ലി ഗോൾഡിനെ ഇമ്പാക്ട് ചെയ്യും. ആദ്യമായിട്ട് നമുക്ക് 545 വരുന്ന ന്യൂസ് നോക്കാം. ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ് വരുന്നത്. അത് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 150K ആയിരുന്നു. ഇത്തവണ വരുന്നത് 147 ആണ്. എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ്. കാരണം അതിന് പുറകില് എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് വരുന്നുണ്ട്, ക്വാർട്ടർലി വരുന്നുണ്ട്. അതും കഴിഞ്ഞ തവണ 1.2 ആയിരുന്നു. ഇത്തവണ വരുന്നത് 1 ആണ്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണെന്നാണ്. ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 150K ആയിരുന്നു പ്രീവിയസ് വന്നിരിക്കുന്നത്. ഇത്തവണ വീണ്ടും കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറയുന്ന സമയത്ത് കറൻസി വീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഗോൾഡ് സ്ട്രോങ് ആവുകയും ചെയ്യും. എംപ്ലോയ്മെന്റ് കോസ്റ്റിലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 1.2% ആണ്. ഇത്തവണ ഫോർകാസ്റ്റ് കാണിക്കുന്നത് 1% ആണ്. അതും കുറയാണ് കാണിക്കുന്നത്. അങ്ങനെ കുറയാണെങ്കിൽ കറൻസി വീണ്ടും വീക്ക് ആവും, ഗോൾഡ് സ്ട്രോങ് ആവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്. തൊട്ടുപുറകില് വേറെയും ന്യൂസ് വരുന്നുണ്ട്. പെൻഡിങ് ഹോം സെയിൽസ് മന്ത് എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അതിൽ കഴിഞ്ഞ തവണ -2.1 ആയിരുന്നു. ഇത്തവണ 1.4% ആണ് കാണിക്കുന്നത്. എന്തായാലും നമുക്കത് പോയി നോക്കാം. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ആക്ച്വലി ഈ ഒരു റിസൾട്ട് വരുന്നത് വളരെ പോസിറ്റീവായ റിസൾട്ട് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ തവണ മൈനസിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അത് 1.4%. നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കറൻസിയിൽ നല്ലൊരു റിസൾട്ട് വരികയാണെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് അതിനനുസരിച്ച് വീക്ക് ആവുകയും ചെയ്യും. ഇനി വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ന്യൂസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഫെഡറൽ ഫണ്ട് റേറ്റ് ആണ്. ഫെഡറൽ ഫണ്ടിന്റെ ന്യൂസ് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ വരുന്നതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഫെഡറൽ ഫണ്ട് ഒരേപോലെ തന്നെ നിൽക്കുന്നതാണ്. നോക്കിയാൽ കാണാം 5.5% ആണ്. ഇതിൽ നിന്ന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതും കാണിക്കുന്നത്.
അതൊരു പക്ഷെ മാറ്റങ്ങൾ ഇത്തവണ വരുത്തുമോ എന്നുള്ള കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ ന്യൂസിലേക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകേണ്ടതുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം വായിച്ചതിന് ശേഷം നമുക്കൊരു ബെയർ ആയിട്ടുള്ള ഐഡിയ എടുക്കേണ്ടതുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ തരുന്ന ഒരു ന്യൂസാണ്, വൺ സൈഡ് മൂവ്മെന്റ് തരുന്ന ന്യൂസാണ്. ആ ന്യൂസ് വരുന്ന ഇന്ത്യൻ സമയം രാത്രി 11:30 ഫെഡറൽ ഫണ്ട് റേറ്റ്സിന്റെ ഒപ്പം തന്നെ പ്രൊമോസ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അത് വരുന്നതും 11:30 തന്നെയാണ്. അതിൽ പ്രീവിയസോ ഫോർകാസ്റ്റോ ആയിട്ടുള്ള ഡീറ്റെയിൽ ഒന്നും കിട്ടില്ല. അത് റിപ്പോർട്ടായിട്ടാണ് വരിക. അതും നമുക്ക് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് നോക്കേണ്ടി വരും. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് മുഴുവൻ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് USD വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. യൂറോയിൽ വരുന്നുണ്ട്. ഏറെക്കുറെ ഇന്ത്യൻ സമയം 2:30 ശേഷം നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇന്ന് ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി വളരെ കുറച്ച് ട്രേഡ് എടുക്കുക, കൂടുതൽ എടുക്കാതിരിക്കുക. ഫ്ലക്ച്വേഷനിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ക്വിക്ക് ഡയറക്ഷൻ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ട്രേഡ് എടുക്കുന്ന ആളുകൾ നല്ല പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ന്യൂസ് ടൈം വരുന്ന സമയത്ത് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ന്യൂസ് ടൈം വന്നു കഴിഞ്ഞ് ഒരു വൺ ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ല ദിവസമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി ചാർട്ടിലോട്ട് പോയിട്ട് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ക്യാൻഡലിന്റെ ടോപ്പിന്റെ അടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് മുകളിലോട്ട് പോകുന്നത്. മുകളിലോട്ട് പോയിട്ട് റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് വിക്കിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ അവിടെ നിന്നിട്ട് ഒരു റിജക്ഷനും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. 4 hour പോയതിനു ശേഷം നമുക്ക് നോക്കാം. 4 hourലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചത് ഇതാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ. റെസിസ്റ്റൻസ് ഏരിയ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും പറയാനായിട്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു വലിയ റിജക്ഷൻ ആവുമോ എന്നുള്ളതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ല. ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനു മുന്നേ ഇമ്പോർട്ടന്റ് ആയ 4 hourന്റെ ഏരിയാസ് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതാണ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇന്നൊരു പക്ഷെ വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻ നടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇനി മാർക്ക് ചെയ്യുന്ന ഒരു ഇംബാലൻസ് ആണ്. ഇംബാലൻസ് ഈ ഒരു ക്യാൻഡലിന് ഒരു ഇംബാലൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ടും കൂടി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 4 hourന്റെ ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓൾ ടൈം ഹൈയുടെ ഉള്ളിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്താൽ മതി. വലിയൊരു വീഴ്ച വരുമെന്നുള്ള കാര്യം സംശയമാണ്. അവിടെ ന്യൂസ് ടൈമിൽ അവിടെയാണ് പ്രത്യേകിച്ചും ക്യാൻഡിൽസോ മറ്റുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻഡിൽസ് അവിടെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഒരുപക്ഷെ അവിടെ നിന്ന് ഓൾ ടൈം ഹൈയുടെ വളരെ നിയറസ്റ്റ് ആണ്. അതുമാത്രമല്ല ഈ അതിന് തൊട്ട് താഴെയുള്ളത് അതിന് മുന്നുണ്ടായിരുന്ന ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു. അപ്പൊ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മുൻപ് പറഞ്ഞ പോലെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് ഇപ്പൊ കാണുന്ന റേഞ്ച് അല്ലെങ്കിൽ നേരത്തെ കാണുന്ന റേഞ്ച് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ മാർക്ക് ചെയ്തതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇതൊരു സപ്പോർട്ടായിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ താഴേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇംബാലൻസിലേക്ക് വന്നിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് ഇവിടെ വന്നൊരു മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് കയറിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ 1 hourൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 1 hourൽ എൻട്രി സാധ്യതകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ എക്സ്പെക്ട്ലി ഈ ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൺഫർമേഷൻ ഡെഫിനറ്റ്ലി എടുക്കണം. പ്രത്യേകിച്ചും ഈ വരുന്ന ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റ് വരുന്ന ഏരിയ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുമായിട്ട് വെക്കാം. ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിലേക്ക് വെക്കാം. ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് അതിന്റെ മുകളിലോട്ട് കുറച്ചുകൂടി മുകളിലോട്ട് കയറ്റി വെക്കാം. ഏറെക്കുറെ 250ഓളം പിപ്പാണ് കാണുന്നത്. പക്ഷെ മാർക്കറ്റ് ഇവിടെ വന്ന് കൺഫർമേഷൻ കിട്ടാതെ ഈ ഒരു ട്രേഡിന് പോകരുത്. പ്രത്യേകിച്ച് എന്താണ് വളരെ വലിയ രീതിയിൽ സപ്ലൈ നടന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്നുള്ള റിജക്ഷൻ ഒരുപക്ഷെ റിവേഴ്സലും ആവാം. നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഇവിടുന്ന് റിവേഴ്സൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇനി സെൽ എന്ന് പറയുന്നത് സെല്ല് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് 1 hourൽ തന്നിരിക്കുന്നത്. കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏറെക്കുറെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരുന്ന ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ മുകളിലേക്കും പോയിട്ട് ഇവിടുന്ന് റിയാക്ഷൻ വരികയാണെങ്കിൽ ഇത് കൺഫർമേഷനോട് കൂടി എൻട്രി എടുക്കാം.
എൻട്രി എടുക്കുന്നതിന് കുറച്ച് ക്രൈറ്റീരിയാസ് എന്തായാലും നമ്മൾ നോക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയിൽ അനാലിസിസ് ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്, ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഗോൾഡ് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നിന്നൊരു ഷാർപ്പ് വീഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക്. പിന്നെ അത് വീണ്ടും മാർക്കറ്റ് എന്താണ് ചെറിയ രീതിയിൽ ബിൽഡ് ചെയ്ത് പോവാണ്. പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് പുൾ ബാക്ക് എടുത്തിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഈ ഒരു ഏരിയ വരെ വന്നേക്കാം. വന്നതിന് ശേഷം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്ന് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് വീണ്ടും സഡൻ മൂവ്മെന്റ് തന്നേക്കാം. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ വന്നിട്ട് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് പോവാം. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് കിട്ടും. എനിവേസ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് മുകളിലോട്ട്. അപ്പൊ സെൽ എൻട്രി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും അപ്രോച്ച് ചെയ്യുന്നത് വളരെ എക്സ്ട്രീം ലെവൽ ആയതുകൊണ്ട് ക്ലിയർ കൺഫർമേഷൻ തന്നെ എടുക്കണം. ആ ക്ലിയർ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് ഒരു റിജക്ഷൻ തന്നു, പിന്നെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഷിഫ്റ്റ് തന്നതിന് ശേഷം ഫസ്റ്റ് ഷിഫ്റ്റിൽ നിന്ന് എടുക്കാതിരിക്കുക. സെക്കൻഡ് ഷിഫ്റ്റിൽ വന്നിട്ട് വരുന്ന സമയത്ത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എടുക്കുക. അതുപോലെ തന്നെയാണ് മുകളിൽ നിന്ന് വരികയാണെങ്കിലും ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് വരുന്ന സമയത്ത് എടുക്കുക. ഈ വരച്ചു വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് പറയുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ക്യാൻഡിൽ വരണം. അത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരണം. ഒരു വിക്ക് ഇതിന്റെ മുകളിൽ നിന്നിട്ട് ബോഡി ക്ലോസ് ചെയ്യണം, താഴോട്ടേക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്ന ബോഡി ഒരു ഇൻവെർട്ടഡ് ഹാമർ ആയി കിട്ടുകയാണെങ്കിൽ, അതൊരു പിൻബാറോ മറ്റോ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് സിംഗിൾ റീടെസ്റ്റ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു ഡബിൾ റീടെസ്റ്റ്, അതായത് ഒരു സെക്കൻഡ് ടൈം റീടെസ്റ്റ് വരുന്ന സമയത്തേക്ക് മാത്രം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് സെൽ എൻട്രി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഏരിയയിലേക്ക് വരുന്ന സമയം ശ്രദ്ധിക്കുക. ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു എൻട്രി ഡെഫിനറ്റ്ലി എടുക്കാം. പക്ഷെ ഏറാതെയാണ് പോകുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക. ഒരു സെല്ലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ഏരിയയുടെ പ്രത്യേകത കൂടി നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ട്, പ്ലസ് എന്താണ് ഒരു സപ്പോർട്ട് സോണും ഉണ്ട്. അപ്പൊ ഇവിടെ വന്നാലും ഒരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെയാണ് 1 അവറിലെ സാധ്യത കാണുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ട് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു കൺസോളേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇന്നലെ നല്ല രീതിയിലൊന്നും മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയ കൺസോളേഷനാണ് നിൽക്കുന്നത്. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക. നേരത്തെ പറഞ്ഞ പോലെ താഴോട്ടേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇതിന് താഴെ വന്നു കഴിഞ്ഞിട്ട് അതിന് ഇംബാലൻസ് മാർക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്നൊരു കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു ബൈ സൈഡ് മുകളിലോട്ട് വെക്കാം. അല്ല മുകളിൽ നിന്ന് വരികയാണെങ്കിൽ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ 1 അവറിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്നോ കിട്ടുന്ന കൺഫർമേഷൻ പ്രകാരം നിങ്ങൾക്ക് ഒരു സെൽ എൻട്രി എടുക്കാം. എന്തായാലും നമുക്ക് ലൈവ് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ കൺഫർമേഷൻ പാറ്റേണോ വരുമോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം എൻട്രിയിലേക്ക് പോകാം. ഇനി 50 മിനിറ്റ്സിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ 1 മിനിറ്റിലോ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി വർക്കാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് തന്നെ നോക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രദ്ധിക്കുക, വളരെ ഇമ്പാക്ട്ഫുൾ ന്യൂസ് വരുന്ന ദിവസമാണ്. കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. ലോസ് ട്രേഡിങ്ങിന്റെ ഭാഗമാണ്. ഓവർ ട്രേഡ് ചെയ്യാതെ ഇരിക്കുക. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് മറ്റൊരു ദിവസത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോവുക.